ആണേ മുത്താണേ സാറ് മേടവും മുത്താണേ താണേ മുത്താണേ ആണേ മുത്താണേ സാറ് മേടവും മുത്താണേ താണേ മുത്താണേ. ഈ പെണ്ണുമ്പിള്ള ഈ മാലയുടെ പൈസ തരുവാണെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് പോവും. അങ്ങനെയാണോ ആർക്കറിയാം. ഫ്രീഡം ഉണ്ട്, ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്. അക്കു മാഡം, ഒളിച്ചിറങ്ങിയ ഡിസൈൻസിനെ കുറിച്ച് കുറെ റൂമേഴ്സ് കേൾക്കുന്നുണ്ടല്ലോ, അതൊക്കെ ശരിയാണോ? ആരാണ് ഈ പച്ചക്കള്ളം പറഞ്ഞത്? ഇവിടുത്തെ സ്റ്റാഫുകളോട് ചോദിച്ചു നോക്കിക്കാട്ടെ. അവർക്ക് കറക്റ്റായിട്ട് ശമ്പളം കൊടുക്കുന്നുണ്ട്. പിന്നെ ഫുഡ് ഫ്രീ ആണ്. പിന്നെ ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട്. പിന്നെ 3 മണിക്കൂർ മാത്രമേ ഉള്ളൂ ഇവിടെ വർക്ക് നടക്കുന്നത്. ആ ബാക്കി സമയങ്ങളിൽ അവർക്ക് ഡാൻസിന് ഡാൻസ്, പാട്ടിന് പാട്ട്. ആരാ ഈ കല്ല് വെച്ച നുണകളൊക്കെ പറഞ്ഞത്? ഏതവനാണ് ഇത് പറഞ്ഞത്? ഹലോ മാഡം, ഒളിച്ചിറങ്ങിയ ഡിസൈൻസ് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി കാണും? അത് 15 വർഷമായി. കഴിഞ്ഞ ഇന്റർവ്യൂവിൽ മാഡം പറഞ്ഞത് 5 വർഷമായുള്ളതാണല്ലോ. അത് തറത്തിലിട്ടിട്ട് 15 വർഷമായെന്നാണ് ഞാൻ പറഞ്ഞത്. അക്കു മാഡം, ഇവിടെ കുട്ടികൾക്ക് സാലറി കറക്റ്റ് ആയിട്ടല്ല കൊടുക്കുന്നതിന് റൂമേർ കേട്ടല്ലോ. ആര് പറഞ്ഞു? ഞങ്ങൾ 50,000 രൂപയുടെ ചെക്കാണ് കൊടുക്കുന്നത് കുട്ടികൾക്ക്. പിന്നെ അതിൽ നിന്ന് 5,000 രൂപ ഞാൻ ലിപ്സ്റ്റിക്കിന് എടുക്കും. പിന്നെ 15,000 രൂപ എന്റെ പൊട്ടിക്ക് എടുക്കും. ഇതൊന്നും വരത്തില്ലല്ലോ ഇല്ലേ? 50,000 രൂപയാണ് ഞങ്ങൾ ചെക്കായിട്ട് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. ഓക്കെ മാഡം, ഓക്കെ. കുട്ടി ഇവിടുത്തെ സ്റ്റാഫ് അല്ലേ? ഇവിടെ നിങ്ങൾക്ക് ഫ്രീഡം ഇല്ല, സാലറി ഇല്ല എന്നൊക്കെ റൂമർ കേൾക്കുന്നതൊക്കെ ശരിയാണോ? ആര് പറഞ്ഞു ഈ കാര്യമൊക്കെ? അക്കുമ്മയുടെ ഞങ്ങളുടെ ചങ്കാണ്, കരളാണ്, കരളിന്റെ കരളാണ്. ഈ തോന്നിയവസ് ആരാണ് പറഞ്ഞുണ്ടാക്കിയത്? നിങ്ങളോട് ഇങ്ങനെയൊക്കെ ആരാ പറഞ്ഞുണ്ടാക്കിയത്? ഞാൻ ഇവിടെ ജോലിക്ക് കയറിയിട്ട് 5 വർഷമായി. എനിക്ക് ഫ്രീഡം ഇല്ല എന്നിട്ടാണോ ഞാൻ ഈ വലിയ വീട്ടിൽ 2 വട്ടം കയറിയത്? ആണോ? ഇങ്ങനെയൊക്കെ ആരാണ് പറഞ്ഞുണ്ടാക്കിയത്? എനിക്കറിയാമോ എന്നൊരു ചോദിക്കുവാണ്. എന്തിനാണ് ഒരു പാവം മനുഷ്യരെയൊക്കെ ഇങ്ങനെ അപമാനിക്കുന്നത്? എന്തിനാ അപമാനിക്കുന്നത്? ഇവിടെ ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ, ഒരുങ്ങി വന്നില്ലെങ്കിൽ ഫയൽ അടിക്കുമെന്ന് പറഞ്ഞ നേരാണോ? ആരാ ഇതൊക്കെ പറഞ്ഞത്? ഇവിടെ ലിപ്സ്റ്റിക് ഇട്ടില്ലല്ലോ, പൗഡർ ഇട്ടില്ലല്ലോ, ഒന്നും ഒരു ഫൈനും ഇല്ല. ഞാൻ ചോറുണ്ണുന്നോണ്ട് ഇങ്ങനെ ഇരുന്നാലും എൻ്റെ ലിപ്സ്റ്റിക്ക് മൊത്തം പോകും. ആ പന്ന പെണ്ണുപിള്ള ഉണ്ടല്ലോ, ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ ഫൈൻ അടിക്കും. ഇതൊന്നും വരത്തില്ലല്ലോ ചേച്ചി. ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഇതൊന്നും വരത്തില്ല. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഇവിടെ ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞത് നേരാണോ? ഇവിടെ ഫ്രീഡം ഉണ്ട് ചേച്ചി, എപ്പോഴും ഫ്രീഡം ഉണ്ട്. ഞങ്ങൾക്ക് ഡാൻസ് കളിക്കാം, പാട്ട് ചെയ്യാം, ഞങ്ങൾ ഇവിടെ റീൽസ് ഒക്കെ ചെയ്യും. അത് മാത്രമല്ല ഇവിടെ തല മൊത്തം പേന, അത് ഇവിടെ ഇരുന്നാ കൊല്ലുന്നത്. ആലിയക്കട്ടി 5 എണ്ണം കയറിയത്, ജീൻസി 5 എണ്ണം, ബാക്കി 2 എണ്ണം എവിടെ പോയി ആർക്കറിയാം. അത്രയും ഫ്രീഡം ഞങ്ങളുടെ മാഡം ഞങ്ങൾക്ക് തരുന്നുണ്ട്. ഉണ്ണിക്കണ്ണൻ സാർ നിങ്ങളെ ശാരീരികമായിട്ടും മാനസികമായിട്ടും മർദ്ദിക്കുമെന്ന് പറയുന്നത് ശരിയാണോ? ആരാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കിയത്? ആ തങ്കം പിടിച്ച ഒരു മനുഷ്യന്, ദൈവമേ, അതുപോലെ ഒരു സാറിനെ കിട്ടാൻ ഞങ്ങൾ പുണ്യം ചെയ്യണം, പുണ്യം. എന്റെ ദൈവമേ. സാറേ അടിക്കല്ലേ, സാറേ അടിക്കല്ലേ, സാറേ സാറിന്റെ കാല് ഞാൻ പിടിക്കാം. അയ്യോ അടിക്കല്ലേ. ആ സാർ ഉപദ്രവിക്കത്തില്ല. പാവം പിടിച്ച തങ്കം പിടിച്ച മനുഷ്യൻ. ഇതുപോലൊരു പാവം പിടിച്ച സാറ്. അതിന് ചേച്ചി എന്തിനാ കരയുന്നത്? സന്തോഷം കൊണ്ടങ്ങ് ഉള്ളിന്നങ്ങ് ആനന്ദക്കണ്ണുനീര് വരും, ആനന്ദക്കണ്ണുനീര്. എന്ത് ചെയ്യാനാ? 50,000 രൂപയുടെ ശമ്പളം നീ മേടിക്കുന്നുണ്ടല്ലോ. നീ 1 കവർ ഉപ്പേരി ഉണ്ണിക്കണ്ണ സാർ മേടിച്ചു കൊടുത്തോണ്ടിരിക്കേ. നീ കൊടുത്തോ? പോട്ടെ, ഒരു ഉണ്ട മേടിച്ചു കൊടുത്തോടി. വേണ്ട, ഇനി ഇന്റർവ്യൂവിന് ആൾ വരും. എല്ലാം നല്ല രീതിയിൽ പറയണം. നെഗറ്റീവ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, കേട്ടല്ലോ? നിന്റെയൊക്കെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. നല്ല രീതിയിൽ പറഞ്ഞ് ഇവിടുത്തെ നല്ല പുകഴ്ത്തുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എല്ലാം ഓർമ്മ വേണം, കേട്ടല്ലോ? എല്ലാം കേട്ടു മേഡം. ഞങ്ങളുടെ തൊപ്പി തീർപ്പിക്കല്ലേ മേഡം? ഞങ്ങൾ ഈ വരുമാനം കൊണ്ടാ കഴിയുന്നത്. ഞങ്ങളുടെ കഞ്ഞുകൂടി മുട്ടിക്കല്ലേ മേഡം? അത് ഓർമ്മ വേണം എപ്പോഴും. ഉണ്ണിക്കണ്ണൻ സാർ കീ ജയ്, ഉണ്ണിക്കണ്ണൻ സാർ കീ ജയ്, അക്കുമാട കീ ജയ്, അക്കുമാട കീ ജയ്. ഇങ്ങനെ പറയണം ഇതിപ്പോ, കേട്ടല്ലോ? കേട്ടു മേഡം, എല്ലാം കേട്ടു. പോയി വർക്ക് ചെയ്യേ. ശരി മേഡം. വിചാരം എല്ലാം നല്ലതാണ്. 50,000 രൂപ സാലറി മൊത്തം എടുക്കും. പെണ്ണുമുള്ള ഹൈന മീനാന്നും പറഞ്ഞിട്ട് 5,000 രൂപ തരുന്നത്. എന്നിട്ട് പറിച്ചിട്ട് കെട്ടാലോ? വീട്ടിൽ ചെന്ന് റേഷനരിയാ കഴിക്കുന്നത്. ഇവരെ വിചാരം അങ്ങനെ ഒന്ന് ലിപ്സ്റ്റിക്ക് മേടിച്ച്, പൗഡർ മേടിച്ച്, ക്രീം മേടിച്ച്, ഒന്നും മേടിച്ച് നമ്മൾ വീട് മുടിയാറായി. അവരുടെ വിചാരം അങ്ങ് എല്ലാം അങ്ങ് നല്ലതാണ്. അത്രയും കാശിട്ട് അവർക്ക് ഞാൻ ശർക്കരവാട്ടി കൊണ്ട് കൊടുത്തില്ല. ഞാൻ ഉണ്ട കൊണ്ട് കൊടുക്കണം. നമുക്ക് ഉണ്ട. ഉണ്ണിക്കണ്ണന ഒരു അക്കുമാടും ഇത് മിക്കവാറും കൂടിപ്പിക്കുന്ന ലക്ഷണമാണ് ഞാൻ കാണിച്ചു കൊടുക്കുന്നത്. നമുക്ക് പോവാം, അതാ നല്ലത്. എല്ലാവരും കേൾക്കാന് ഈ വീഡിയോ ഒരു ഫണ്ണായിട്ട് എടുത്തതാണ്. ആരും ഇത് ആരെയും ഡിസ്റ്റർബ് ചെയ്യാനോ ഒന്നും ഉദ്ദേശിച്ചെടുത്തതല്ല.
ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എടുത്തൊരു വീഡിയോ ആണ്. എല്ലാവരും ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഇത്രയൊക്കെ ഉള്ളൂ എനിക്കും പറയാൻ. ആരെയും കളിയാക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നും വിട്ടല്ല. എല്ലാവരും കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യണം. താങ്ക് യു.